ഹായ് ഓൾ, വെൽക്കം ടു സൈസ്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 3 എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ മൊഡ്യൂളിൻ്റെ പേരെന്തായിരുന്നു? സെറിബെല്ലം ആൻഡ് ബേസിൽ ഗാംഗ്ലിയ. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ സെറിബെല്ലത്തെ പറ്റിയിട്ട് അതിൻ്റെ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും മൊത്തം ഓട്ടോയുടെ സെറിബെല്ലം എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു പാർട്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിൽ ഗാംഗ്ലിയനെ പറ്റിയിട്ടാണ്. സെറിബെല്ലം പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് എന്ത്? ബേസിൽ ഗാംഗ്ലിയ. ബേസിൽ ഗാംഗ്ലിയനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറിബെല്ലം പോലെ ഒരു സിംഗിൾ ഒരു സ്ട്രക്ചർ അല്ല, ഒരുപാടധികം ബേസിൽ ന്യൂക്ലിയസ്, വ്യത്യസ്ത സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള പല പാർട്സ് കൂടിച്ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ശരിക്കും എന്ത്? ബേസിൽ ഗാംഗ്ലിയ. ബേസിൽ ഗാംഗ്ലിയയുടെ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ, അതായത് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ബ്രെയിനിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഫോർ ബ്രെയിനിന്റെ അടിയിലും അതേപോലെ നമ്മുടെ മിഡ് ബ്രെയിനിന്റെ മീഡിയ ആയിട്ടാണ് ബേസിൽ ഗാംഗ്ലിയ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ബേസിൽ ഗാംഗ്ലിയയുടെ ഒരു ചിത്രമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഇതിപ്പോ നമ്മുടെ ഒരു ബ്രെയിനിന്റെ സ്ട്രക്ചർ, അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോർട്ടെക്സ് ഫോർ ബ്രെയിനിന്റെ ഒക്കെ താഴെയായിട്ടും അതേപോലെ മിഡ് ബ്രെയിനിന്റെ മീഡിയ ആയിട്ടാണ് വരുന്നത്. ഒരുപാട് കുറെ പാർട്സ് കൂടി ചേർന്നിട്ടാണ് ബേസിൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ രൂപപ്പെട്ടിട്ടുള്ളത്. മെയിൻ ആയിട്ട് ബേസിൽ ഗാംഗ്ലിയക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വളണ്ടറി മൂവ്മെന്റ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുക. അതാണ് ബേസിൽ ഗാംഗ്ലിയയുടെ ഫംഗ്ഷൻ. അതേപോലെ തന്നെ ബേസിൽ ഗാംഗ്ലിയ നമ്മുടെ പ്രൊസീജിയറൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വളണ്ടറിലി നമ്മൾ എന്താ പറയുക, മൂവ് ചെയ്തിട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ആക്ഷൻസിലൂടെയൊക്കെ. ഇപ്പൊ സ്വിം ചെയ്യുന്നതായിക്കോട്ടെ, സൈക്ലിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയറൽ ലേണിംഗ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ ഇമോഷണൽ, കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, ബിഹേവിയർ ഫങ്ഷൻ, ഇതിലൊക്കെ എന്തിന് റോളുണ്ട്? ഈ ബേസിൽ ഗാംഗ്ലിയക്ക് റോളുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബേസിൽ ഗാംഗ്ലിയ മെയിൻ ആയിട്ട് ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. ആരൊക്കെയായിട്ട്? നമ്മുടെ ബ്രെയിനിലെ തലാമസ്, അതേപോലെ ബ്രെയിൻ സ്റ്റെം, പിന്നെ അതുപോലെ നമ്മുടെ ബ്രെയിനിലെ കോർട്ടെക്സ് റീജിയൻ, സെറിബ്രത്തിന്റെ കോർട്ടെക്സ് റീജിയനുമായിട്ട് ഈ ഒരു ബേസിൽ ഗാംഗ്ലിയക്ക് എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ആരുടെയൊക്കെ ആയിട്ടാണ്? ബ്രെയിൻ സ്റ്റെമ്മുമായിട്ട്, അതേപോലെ നമ്മുടെ കോർട്ടെക്സ് റീജിയൻ, നമ്മുടെ സെറിബ്രത്തിന്റെ, അതേപോലെ തലാമസുമായിട്ട് മെയിനായിട്ട് എന്തുണ്ട്? ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട് ഈ ബേസിൽ ഗാംഗ്ലിയ. ബേസിൽ ഗാംഗ്ലിയ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് തന്നെ ഈ ഒരു 3 പാർട്സുമായിട്ടുള്ള എന്താ പറയുക സിഗ്നൽസും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടും അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്തിട്ടാണ് ബേസിൽ ഗാംഗ്ലിയ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത്, ബേസിൽ ഗാംഗ്ലിയ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരുപാട് ഡിഫറെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇന്റർ കണക്ട് ചെയ്തിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിൽ ഗാംഗ്ലിയയുടെ സ്ട്രക്ചേഴ്സ് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. മെയിൻ ആയിട്ട് ബേസിൽ ഗാംഗ്ലിയ ഉണ്ടാക്കിയിരിക്കുന്നത് 4 സ്ട്രക്ചേഴ്സ് ആയിട്ടാണ്. നമുക്കതിന്റെ പേര് കുറച്ച് പഠിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടാകും, കുറച്ച് ടഫുള്ള ഒരു പേരുകളാണ്. വായിച്ച് തന്നെ മനസ്സിലാക്കി പഠിക്കണം, എഴുതിയൊക്കെ സ്പെല്ലിംഗ് തെറ്റാന്ന് തന്നെ പഠിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ബേസിൽ ഗാംഗ്ലിയയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സ്ട്രക്ചറാണ് ഫസ്റ്റത്തെ ഒരു ലാർജസ്റ്റ് പാർട്ടാണ്. ബേസിൽ ഗാംഗ്ലിയ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്ട്രയാറ്റം എന്ന് പറയും. ഈ സ്ട്രയാറ്റം ഞാൻ കാണിച്ചു തരാം. അത് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്ട്രയാറ്റം എന്ന് പറഞ്ഞ പാർട്ട് ഈ ഒരു ഏരിയ ആയിട്ട് വരും. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കോഡേറ്റ് ആൻഡ് പുട്ടാമെ എന്ന് പറഞ്ഞ 2 പാർട്സ് കൂടി ചേർന്നിട്ടാണ് സ്ട്രയാറ്റം എന്ന് പറഞ്ഞ ബേസിൽ ഗാംഗ്ലിയയുടെ പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് കോഡേറ്റ് ന്യൂക്ലിയസ് ഇത് വരും, പുട്ടാമൻ. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബേസിൽ ഗാംഗ്ലിയയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രയാറ്റം എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഗ്ലോബസ് പാലിഡസ്, അല്ലെങ്കിൽ ഗ്ലോബസ് പാലിഡം എന്ന് വിളിക്കാം. ഇതിനും ഇതേപോലെ 2 ഭാഗങ്ങളുണ്ട്. ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണ ആൻഡ് ഗ്ലോബസ് പാലിഡസ് ഇന്റേണ. ഒരു എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുള്ള ഗ്ലോബസ് പാലിഡസിന്റെ പാർട്ടുകളുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഗ്ലോബസ് പാലിഡ ഉണ്ടാക്കിയത്. അതാണ് എന്ത്? ഈ ഒരു സ്ട്രക്ചർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്ലോബസ് പാലിഡസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ബേസിൽ ഗാംഗ്ലിയ ഉണ്ടാക്കിയിട്ടുള്ളതിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര. എന്താണ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര? ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്രയും ഉണ്ടാക്കിയിരിക്കുന്നത് 2 പാർട്സ് വെച്ചിട്ടാണ്. സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാർസ് കോമ്പാക്റ്റ, അതേപോലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാർസ് റെറ്റിക്കുലേറ്റ. അതിന്റെ ഷോർട്ടാണ് പാർസ് കോമ്പാക്റ്റയുടെ ഷോർട്ടാണ് SNCയും, അതേപോലെ റെറ്റിക്കുലേറ്ററിന്റെ ഷോർട്ട് ഫോം ആണ് SNR. ഓക്കെ, ഈ 2 കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞാൽ ബേസിൽ ഗാംഗ്ലിയയുടെ പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതാണ്. ഇതാ സബ്സ്റ്റാൻഷ്യ നൈഗ്രയുടെ പാർട്സ് വരുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ഈ ഒരു ഇതാണ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്നത്. ഇനി പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിൽ ഗാംഗ്ലിയ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടാണ് ഇത് സബ് തലാമിക് ന്യൂക്ലിയസ്. എവിടെ സബ് തലാമിക് ന്യൂക്ലിയസ്? ഓക്കെ, സബ് തലാമിക് ന്യൂക്ലിയസ് ഞാൻ വരയ്ക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതാണ് ഇത് സബ് തലാമിക് ന്യൂക്ലിയസ് പറയുന്നത്.
ഇതെന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിൽ ഗാംഗ്ലിയ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഇത്രയും ഈ 4 സ്ട്രക്ചർ കൂടി ചേർന്നിട്ടാണ് എന്ത് ബേസിൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഒരു വലിയ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി ഇതൊക്കെ എന്താ പല പല ന്യൂക്ലിയസുകളാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? സ്ട്രയാറ്റം ആണ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട്. സ്ട്രയാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് കോഡേറ്റ് ആൻഡ് പുട്ടാം എന്ന് പറഞ്ഞ 2 പാർട്സ് കണക്ട് ചെയ്തിട്ടാണ്. അതേപോലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഗ്ലോബസ് പാലിഡസ്, അല്ലെങ്കിൽ ഗ്ലോബസ് പാലിഡ് എന്ന് വിളിക്കാം. അതുണ്ടാക്കിയിരിക്കുന്നത് കമ്പോസ് ചെയ്തിട്ടുള്ളത് GPE ആൻഡ് GPI. GPE എന്ന് വെച്ചാൽ ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണ ആൻഡ് GPI എന്താ ഗ്ലോബസ് പാലിഡസ് ഇന്റേണ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര. അതുണ്ടാക്കിയിരിക്കുന്നത് സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാർസ് കോമ്പാറ്റ ആൻഡ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാർസ് റെറ്റിക്കുലേറ്റ. അടുത്തൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്ത് സബ് തലാമിക് ന്യൂക്ലിയസ്. അത് ആക്ച്വലി ആ പേര് പോലെ തന്നെ തലാമസിന്റെ അടിയിലായിട്ട് വരുന്നൊരു ന്യൂക്ലിയസ് ആണ്. ഓക്കെ, സബ് തലാമിക് ന്യൂക്ലിയസ്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ ബേസൽ ഗാംഗ്ലിയക്ക് മെയിൻ ആയിട്ട് സ്ട്രോങ് കണക്ഷൻ ഉള്ളത് ആരൊക്കെയായിട്ടാണ്? ബ്രെയിൻ സ്റ്റെമ്മുമായിട്ട്, തലാമസുമായിട്ട്, അതേപോലെ നമ്മുടെ ബ്രെയിനിന്റെ കോർട്ടെക്സ്, സെറിബ്രൽ കോർട്ടെക്സ് റീജിയനുമായിട്ട്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് പാർട്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. പിന്നെ അതേപോലെ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്തു മെൻഷൻ ചെയ്തു. പ്രൊസീജിയർ ലേണിംഗ്, ഹാബിറ്റ് ഫോം ചെയ്യാൻ, അതിൽ ബിഹേവിയറിന്റെ കാര്യത്തിലായിക്കോട്ടെ, കൊഗ്നിറ്റീവ് ആയിക്കോട്ടെ, മെയിൻ ആയിട്ട് വളണ്ടറി മോട്ടോർ ആക്ടിവിറ്റീസ് റെഗുലേറ്റ്, ഇതൊക്കെ എന്താ ആരുടെ ഫംഗ്ഷനാണ്? ബേസിൽ ഗാംഗ്ലിയയുടെ ഫംഗ്ഷനാണ്. എക്സാമിൽ ഇപ്പോൾ ബേസിക് ഗാംഗ്ലിയനെ പറ്റി ജസ്റ്റ് ചോദിക്കുമ്പോൾ ഈ ഒരു എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതേപോലെ അതിന്റെ പ്ലേസ് എവിടെ? ഫോർ ബ്രെയിനിന്റെ താഴെ, മിഡ് ബ്രെയിനിന്റെ മീതെ ആയിട്ട് ആണ്. പിന്നെ ഈ 4 സ്ട്രക്ചേഴ്സ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ബേസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസ് കൂടി ചേർന്നിട്ട് ബ്രെയിനിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, 2-3 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഈ ബേസൽ ഗാംഗ്ലിയ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ബ്രെയിനില് ഞാൻ പറഞ്ഞ ഈ 3 ഏരിയാസ് ആയിട്ട് സ്ട്രോങ് കണക്ഷൻ ഉണ്ടെന്ന്. പിന്നെ ബേസൽ ഗാംഗ്ലിയയുടെ പണി എന്താണ്? മസിൽ മൂവ്മെന്റ്സ് റെഗുലേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ അതിന് പല സ്ഥലങ്ങളുമായിട്ട് എന്ത് ചെയ്തിരിക്കും? ഒരുപാട് സ്ട്രോങ് കണക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ്, എവിടേക്ക് എപ്പോൾ സ്വീകരിക്കുന്നത്, എപ്പോഴൊക്കെയാണ് മെസ്സേജ് ആർക്കൊക്കെയാണ് പാസ് ചെയ്യുന്നത്, എപ്പോ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ മൂവ്മെന്റ്സ് ഒക്കെ ബാലൻസ് ചെയ്യും, ഇത്തരം കാര്യം നമുക്കിനി നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വായിക്കുന്നുണ്ട്. ബേസൽ ഗാംഗ്ലിയയുടെ വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കുമ്പോൾ 2 രീതിക്ക് 2 കണക്ഷൻസ്, 2 പാത്വേ വഴിയാണ് ശരിക്കും ബേസൽ ഗാംഗ്ലിയ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് ആ പാത്വേ അറിയണേക്കാൻ മുന്നേ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. കേൾക്കാത്തതൊന്നാവില്ല, എന്നാൽ ഞാൻ പറയാണ്. ഗ്ലൂട്ടാമേറ്റ്, അതേപോലെ ഗാബ. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പണി എന്ന് പറഞ്ഞാൽ അത് എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ആണ്. ഇപ്പോ 1 വേർഡ് ആയിട്ട് സെം ആയിക്കോട്ടെ, എൻഡൻസ് ഓറിയന്റഡ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എക്സിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാന്നൊക്കെ ഓപ്ഷൻ തന്നിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓർമ്മ വേണം. ഇപ്പൊ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ലൈഫിൽ നമുക്കത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിൽ ഓർമ്മിക്കേണ്ട ഒരു ടേം ആണ് ഇത് ഗ്ലൂട്ടാമേറ്റ്. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പണി എന്താ? എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ആണ്. ഒരു കാര്യം എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എന്ത്? ഗ്ലൂട്ടാമേറ്റ്. അപ്പൊ ഗ്ലൂട്ടാമേറ്റ് റിലീസ് ചെയ്യുന്ന, എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ചെയ്യുന്ന ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്ന ന്യൂറോൺസിനെ നമുക്ക് എന്ത് വിളിക്കാം? എക്സിറ്റേറ്ററി ന്യൂറോൺ എന്ന് വിളിക്കാം. അതേപോലെ ഇൻഹിബിഷൻ, ഒരു കാര്യം ചെയ്യേണ്ട, തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട്, ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ന്യൂറോൺസ് റിലീസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഹോർമോൺ ആണ് ഇത്. സോറി, ഹോർമോൺ അല്ല, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഇത്, ഗാബ. ഗാബയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗാമ അമിനോ ബ്യൂട്ടീറിക് ആസിഡ് എന്നാണ് ഗാബയുടെ എന്ത് നമ്മള് വൈഡ് ആയിട്ടുള്ള ഒരു നെയിം. ഈ ഗാബ എന്താ? ഒരു ഇൻഹിബിറ്ററി ഹോർമോൺ. ഇതൊരു എക്സിറ്റേറ്ററി എക്സിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ ഇതെന്താണ്? ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, അപ്പോ ഈ ഗാബ റിലീസ് ചെയ്യുന്ന ന്യൂറോൺസിനെ നമുക്ക് ഇൻഹിബിറ്ററി ന്യൂറോൺസ് പറയും. അതേപോലെ ഗ്ലൂട്ടാമേറ്റ് എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ചെയ്യുന്ന, ഗ്ലൂട്ടാമേറ്റിനെ റിലീസ് ചെയ്യുന്ന ന്യൂറോൺസ് നമുക്ക് എന്ത് വിളിക്കാം? എക്സിറ്റേറ്ററി ന്യൂറോൺ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പല ന്യൂറോണൽ കണക്ഷനുമായിട്ട് ഈ ബേസിൽ ഗാംഗ്ലിയ എന്തുണ്ട്? പല ബ്രെയിനിലെ ഇമ്പോർട്ടന്റ് ഏരിയസുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, ഞാൻ പറഞ്ഞു 2 പാത്വേസ് ഉണ്ട്. ആ പാത്വേയുടെ പേര് ഫസ്റ്റ് ഡയറക്റ്റ് പാത്വേ, ഒന്ന് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇൻഡയറക്റ്റ് പാത്വേ. രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. രണ്ടിലും വരുന്ന ആൾക്കാരന് രണ്ടിലും ഒരേപോലെ തന്നെയാണ് പാർട്സ് ഇൻവോൾവ് ആവുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്, നമുക്ക് നോക്കാം. നമ്മുടെ തലാമസുമായിട്ട്
അതെ നമ്മുടെ കോർട്ടെക്സ് റീജിയൻ ഉണ്ടല്ലോ, സെറിബ്രം, ഇതിന്റെ താഴേക്കായിട്ടാണ് ഈ ബേസിൽ ഗാംഗ്ലി വരുന്നത്. അപ്പൊ ഈ സെറിബ്രത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സിറ്റേറ്ററി ന്യൂറോണിന്റെ കണക്ഷൻ ആർക്കുണ്ട്? ബേസിൽ ഗാംഗ്ലിക്ക് ഉണ്ട്. ബേസിൽ ഗാംഗ്ലിയുടെ ഏത് പാർട്ടിനാണ്? സ്ട്രയേറ്റം എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ ഒരു ലാർജസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ സ്ട്രയേറ്റം ഉള്ള പാർട്ടിലോട്ട് ഗ്ലൂട്ടാമേറ്റ് റിലീസ് ചെയ്യുന്ന ഒരു എക്സിറ്റേറ്ററി ന്യൂറോൺ ഒരു കണക്ഷൻ ഉണ്ട് കോർട്ടെക്സിൽ നിന്ന്, സെറിബ്രൽ കോർട്ടെക്സ്. അതും സെറിബ്രൽ കോർട്ടെക്സിന്റെ ഏത് റീജിയനാ? മോട്ടോർ കോർട്ടെക്സ്. മോട്ടോർ കോർട്ടെക്സിന്റെ മോട്ടോർ റീജിയൻ എന്ന് പറയാം. അതായത് ഇപ്പോ കോർട്ടെക്സ് റീജിയനിൽ പല ബോഡിയുടെ ഫങ്ഷൻസും അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസ്, മൂവ്മെന്റ്സിന്റെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന കോർട്ടെക്സിൽ ഒരു ഏരിയ ഉണ്ടായിരിക്കും. ആ ഒരു ഏരിയ നമ്മൾ മോട്ടോർ കോർട്ടെക്സ് എന്നാണ് വിളിക്കുക. അപ്പൊ മോട്ടോർ കോർട്ടെക്സ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ എക്സിറ്റേറ്ററി ആയിക്കോട്ടെ ഇൻഹിബിറ്ററി ആയിട്ടുള്ള ന്യൂറോൺസിന്റെ ഒരു എന്തുണ്ടാവും, ഒരു കണക്ഷൻ ഈ ബേസിൽ ഗാംഗ്ലിയയിലോട്ട് ഉണ്ടാവും. അപ്പൊ ശരിക്കും ഈ മോട്ടോർ കോർട്ടെക്സിൽ നിന്ന് ഗ്ലൂട്ടാമേറ്റ് റിലീസ് ചെയ്യുന്ന എക്സിറ്റേറ്ററി ഒരു ന്യൂറോണിന്റെ ഒരു ആക്സിമം കണക്ഷൻ എവിടെയോട്ടുണ്ട്? നമ്മുടെ ബേസിൽ ഗാംഗ്ലിയയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രയാറ്റ് എന്ന് പറഞ്ഞൊരു പാർട്ടിലോട്ട് ഉണ്ട്. ഓക്കെ, ഇനി എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ട്രയാറ്റത്തിലോട്ട് കോർട്ടെക്സ് ഏരിയ, മോട്ടോർ കോർട്ടെക്സ്, നമുക്ക് ഡയറക്റ്റ് പാത്വേ ഫസ്റ്റ് പഠിക്കാം. ഈ ഡയറക്റ്റ് പാത്വേ ശരിക്കും മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് പാത്വേ ഉണ്ടാകുന്നത്. ഈ ഇൻഡയറക്റ്റ് പാത്വേ ഒരു മൂവ്മെന്റ്സ് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു കാര്യം ആക്ഷൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ അത് പറഞ്ഞുതരാം. ഈ ഡയറക്റ്റ് പാത്വേയില് ഫസ്റ്റ് ഈ മോട്ടോർ കോർട്ടെക്സിൽ നിന്ന് ഗ്ലൂട്ടാമേറ്റ് റിലീസ് ആയിട്ടുള്ള ഒരു എക്സിറ്റേറ്ററി ഫംഗ്ഷൻ നടക്കും. എക്സിറ്റേറ്ററി ഫംഗ്ഷൻ നടക്കുമ്പോൾ അത് ഈ നമ്മുടെ സ്ട്രയാറ്റം ഉണ്ടല്ലോ, സ്ട്രയാറ്റത്തിന് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതായത് കോർട്ടെക്സിൽ നിന്ന് ഇവിടുന്ന് വരുന്നത് ഒരു സ്റ്റിമുലേഷൻ ആണെങ്കിൽ, സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഈ സ്ട്രയാറ്റം എന്ത് ചെയ്യും? നമ്മുടെ SNR അതേപോലെ GPI കോംപ്ലക്സ്, SNR എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര റെറ്റിക്കുലേറ്റ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതും അതേപോലെ നമ്മുടെ ഗ്ലോബസ് പാരഡസ് ഇന്റേണ, ഈ ഒരു റീജിയൻ കൂടെ, ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ടായിരിക്കും. അതിലോട്ട് ഒരു ഇൻഹിബിറ്ററി ഫംഗ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക? ആക്ട്. അതായത് സ്വാഭാവികമായിട്ടും ഗാബ പോലുള്ള ഒരു സാധനം ആയിരിക്കും എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുന്നുണ്ടാവുക, ന്യൂറോ ട്രാൻസ്മിറ്റർ. ഒരു ഇൻഹിബിറ്ററി ന്യൂറോൺ ഔട്ട്പുട്ട് ആയിരിക്കും എന്ത് ചെയ്യുക? ഈ സ്ട്രയാറ്റം സ്റ്റിമുലേറ്റ് ആവും. ഇവിടെ ഒരു എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ആണ്, ഇത് ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുന്നത് ഒരു ഇൻഹിബിറ്ററി ഫംഗ്ഷൻ ആയിരിക്കും. SNR GPI കോംപ്ലക്സിലോട്ട് കൊടുക്കുന്നത്. SNR പറയുമ്പോൾ സബ്സ്റ്റാൻഷ്യ നൈഗ്രയുടെ റെറ്റിക്കുലേറ്റ, അതേപോലെ GPI എന്ന് പറയുന്നത് ഗ്ലോബസ് പാലിഡസ് ഇന്റേണ. എന്നിട്ട് ഈ ഒരു കോംപ്ലക്സ് എന്ത് ചെയ്യും? ടോട്ടലി ഇവിടെ ഒരു ലെസ് ഇൻഹിബിഷൻ നടക്കും. ഇൻഹിബിഷന്റെ ആ ഒരു പവർ കുറഞ്ഞിട്ട് ഇത് നേരെ തലാമസിലോട്ട് പോകും. തലാമസിന്റെ അവിടെ എത്തുമ്പോൾ ഇൻഹിബിഷൻ നെറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നില്ലേ? ആ ഇൻഹിബിഷൻ ഫംഗ്ഷനിൽ ഒരു നെറ്റ് റിഡക്ഷൻ സംഭവിക്കും. എന്നിട്ട് ഈ തലാമസ് അപ്പൊ എന്താവും? അവിടെ ഇൻഹിബിഷന്റെ പവർ പറയുമ്പോൾ തലാമസ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ കാണിക്കും. അപ്പൊ ഈ തലാമസ് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും ആരെന്നെ? വീണ്ടും ഈ മോട്ടോർ കോർട്ടെക്സിനെ. ഇങ്ങനെയാണ് ഈ പാത്വേ വരുന്നത്. കോർട്ടെക്സിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ട് എന്താവും? കോർട്ടെക്സ് അതിന്റെ ഭാഗമായിട്ട് കോർട്ടെക്സ് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? മറ്റുള്ള മോട്ടോർ ആക്ടിവിറ്റീസ് ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കും, കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറക്റ്റ് പാത്വേ. ഇനി ഇതിൽ ഇൻഡയറക്റ്റ് പാത്വേയിലും തുടക്കമൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. തുടക്കം ഫസ്റ്റ് ഇതേപോലെ മോട്ടോർ കോർട്ടക്സിൽ നിന്നിട്ട് സ്റ്റിമുലേഷൻ വരും. സ്റ്റിമുലേഷൻ വന്നിട്ട് മോട്ടോർ കോർട്ടക്സ് എന്താവും? സ്റ്റിമുലേറ്റ് ആവുന്നു, എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ചെയ്യുന്നു. എന്നിട്ട് ആരെയാണ് എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ചെയ്യുന്നത്? സ്ട്രയാറ്റം. ഈ സ്ട്രയാറ്റം എപ്പോഴും കോർട്ടക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് വാങ്ങും? മെസ്സേജിനെ ആക്സെപ്റ്റ് ചെയ്യും, പക്ഷെ തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നില്ല. ബാക്കിയുള്ള ബേസൽ ഗാംഗ്ലിയയുടെ പാർട്സിലോട്ട് ഷെയർ ചെയ്യാൻ മാത്രമേ ആര് ചെയ്യുള്ളൂ? സ്ട്രയാറ്റം ചെയ്യുള്ളൂ. അവിടുന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് നേരെ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയില്ല. ഓക്കെ, ഈ ഡയറക്റ്റ് പാത്വേയിൽ ഉണ്ടായ പോലെ തന്നെ ഇൻഡയറക്റ്റ് പാത്വേയിലും ഈ മോട്ടോർ കോർട്ടക്സ് എന്ത് ചെയ്യും? എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും സ്ട്രയാറ്റത്തിന്. സ്ട്രയാറ്റം എന്ത് ചെയ്യും? അടുത്തത് അതേപോലെ തന്നെ ഇൻഹിബിറ്ററി ഫംഗ്ഷൻ കാണിക്കും. എന്നിട്ട് ഈ ഇൻഹിബിറ്ററി ഇത് ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞു നേരത്തെ SNR GPI ആണെങ്കിൽ ഇവിടെ എന്താണ്? GPE. നമ്മുടെ GPE എന്ന് പറയുമ്പോൾ ഏതാ? ഗ്ലോബസ് പാരഡസ് എക്സ്റ്റേണലോട്ടാണ് ഇത് ഇൻഹിബിറ്ററിയുടെ ഇത് കൊടുക്കുന്നത്. ഈ ഇൻഹിബിഷൻ എന്ത് ചെയ്യും?
നമ്മളിവിടെ പറഞ്ഞു എന്താ ഇപ്പൊ SNR-GPI കോംപ്ലക്സിലോട്ട് ഇൻഹിബിഷൻ കൊടുക്കുന്ന പോലെ ഇവിടെ എന്താണ് GPE-ലോട്ട് ഇൻഹിബിഷൻ കൊടുക്കുന്നുണ്ട്, ഇൻഹിബിഷൻ ഫംഗ്ഷൻ. അതിന്റെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ ഒരു പാർട്ടും കൂടെ പഠിച്ചിരുന്നു, ഏത് സബ്തലാമിക് ന്യൂക്ലിയസ്. ഡയറക്റ്റ് പാത്വേയിൽ സബ്തലാമിക് ന്യൂക്ലിയസിന് വലിയ റോൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റ് പാത്വേയിൽ സബ്തലാമിക് ന്യൂക്ലിയസിന് എന്തുണ്ട്, റോൾ ഉണ്ട്. അപ്പോ ഇവിടുന്ന് നേരെ എങ്ങോട്ടാ, സബ്തലാമിക് ന്യൂക്ലിയസിലോട്ട്, എക്സ്ട്രീനിലോട്ട്. ഇത് ഇൻഹിബിറ്റർ ചെയ്യുമ്പോൾ നെറ്റ് ഇവിടെ എന്താവും, റിഡക്ഷൻ സംഭവിക്കും, ഒരു ലെസ് ഇൻഹിബിഷൻ ആവും ഇവിടെ എന്താവുക സംഭവിക്കാം. അതിന്റെ ഭാഗമായിട്ട് ഈ STN എന്താവും, സ്റ്റിമുലേറ്റ് ചെയ്യും. STN സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പിന്നെ നേരെ ഈ SNR-GPI കോംപ്ലക്സിലോട്ട് വരും. SNR-GPI കോംപ്ലക്സ് ഇവിടെ നേരെ SNR-GPI കോംപ്ലക്സിലോട്ട് വന്നില്ലേ, പക്ഷെ ഇവിടെ എങ്ങനെ സ്ട്രയാറ്റത്തിലോട്ട് പോയിട്ട് പിന്നെ GPE-ലോട്ടാ പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്തലാമിക് ന്യൂക്ലിയസിലോട്ട് പോയിട്ട് പിന്നെ ആണ് എന്ത് വരുന്നത്, ഈ SNR-GPI-ലോട്ട് വരുന്നത്. ഇവിടെ SNR-GPI-ലോട്ട് വരുമ്പോൾ നേരെ ഇൻഹിബിഷൻ ആയിരുന്നു, ഇവിടെ SNR-GPI-ലോട്ട് വരുന്നത് എങ്ങനെയാ, സ്റ്റിമുലേഷൻ ആണ്. ഇവിടെ നിന്നുള്ള ഷോർട്ട് സബ്തലാമിക് ന്യൂക്ലിയസ് എന്നുള്ള സബ്തലാമിക് ന്യൂക്ലിയസ് എന്നുള്ള SNR-GPI-ലേക്ക് ഒരു സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് ഇത് എന്ത് ഫംഗ്ഷൻ ചെയ്യും, ഒരു ഇൻഹിബിഷൻ ഫംഗ്ഷൻ ചെയ്യും. ഇൻഹിബിഷൻ ഫംഗ്ഷൻ ആണ് ചെയ്യും. ഇവിടെ എന്താ ലെസ് ഇൻഹിബിഷൻ ആണ് വന്നത്, പക്ഷെ ഇത് ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇത് ഒരു ഇൻഹിബിഷൻ എന്നുള്ള പ്രോസസ്സിലോട്ട് പോയി. SNR-GPI ആരെന്നെ ഇൻഹിബിറ്റ് ചെയ്യാണ്, തലാമസിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലോട്ട് പോകും. സ്വാഭാവികമായിട്ടും തലാമസ് അത്രത്തോളം എന്ത് ചെയ്യില്ല, സ്റ്റിമുലേറ്റ് ചെയ്യില്ല. അപ്പോൾ ലെസ് സ്റ്റിമുലേഷൻ സംഭവിക്കുമ്പോൾ ഈ മോട്ടോർ കോർട്ടെക്സിന് എന്താവും, ഒന്ന് അതിന്റെ ആക്റ്റീവ് ആയിരുന്ന സ്റ്റേറ്റ് ഒന്ന് ലോ ആക്കും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, കോർട്ടെക്സിനെ ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക ചെയ്തത്, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ തലാമസ് ഇൻഹിബിഷൻ എന്നുള്ള പ്രോസസ്സാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സ്റ്റിമുലേഷൻ കുറഞ്ഞ രീതിക്കാണ് മോട്ടോർ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, ലെസ് സ്റ്റിമുലേഷൻ ആണ് കൊടുക്കുന്നത്. ഡയറക്റ്റ് പാത്വേയിൽ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേഷൻ കൊടുക്കുക ചെയ്തിരുന്നത് ഹൈ ആയിട്ട്, പക്ഷെ ഇവിടെ എന്താണ് ലെസ് സ്റ്റിമുലേഷൻ, അതിന് പകരം എന്താ ഒരു ഇൻഹിബിഷൻ കൊടുക്കുന്ന പോലെ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മോട്ടോർ കോർട്ടെക്സ് പിന്നെ എന്താ ചെയ്യാം, ബാക്കി എന്തെങ്കിലും മോട്ടോർ ആക്ടിവിറ്റീസ് ഉണ്ട്, മസിൽ മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ നമ്മുടെ ആക്ടിവിറ്റി നമ്മൾ ഹൈപ്പോകൈനറ്റിക് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈപ്പർ കൈനറ്റിക് സ്റ്റേറ്റ്, അതായത് ആക്ഷൻസ് നടക്കുന്നുണ്ട്, ഇവിടെ എന്താ ആക്ഷൻസ് സ്ലോ ഡൗൺ ചെയ്യുക ചെയ്യാം. അപ്പൊ ഇതിനെ ഹൈപ്പോകൈനറ്റിക് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ചെറിയൊരു വ്യത്യാസം ഈ ഡയറക്റ്റ് ഇതിൽ ഇൻഡയറക്റ്റ് ആവുന്നപ്പോഴാണ്. ഇവിടെ കോർട്ടെക്സ് ഉണ്ട്, പിന്നെ സ്ട്രയാറ്റം വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് SNR-GPI, പിന്നെ നേരെ തലാമസിലോട്ട് വരിക. പക്ഷെ ഇവിടുത്തെ കേസിൽ എങ്ങനെയാ, സ്ട്രയാറ്റം ഇവിടെ സെയിം ആണ്. എന്താണ്, കോർട്ടെക്സ് നേരെ എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ചെയ്യുന്നു, സ്ട്രയാറ്റം അത് സ്വീകരിക്കുന്നു, ഇവിടെ ഇൻഹിബിറ്ററി. പക്ഷെ ഇവിടെ ഇൻഡയറക്റ്റിലാകുമ്പോൾ സ്ട്രയാറ്റം നേരെ കൊടുക്കുന്നത് ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണലിലോട്ടാണ്. അവിടുത്തെ പിന്നെ ലെസ് ഇൻഹിബിഷൻ ആർക്ക് നടക്കുന്നുണ്ട്, സബ്തലാമിക് ന്യൂക്ലിയസും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഈ സബ്തലാമിക് ന്യൂക്ലിയസ് പിന്നെ എന്ത് ചെയ്യും, വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് SNR-GPI കോംപ്ലക്സിലോട്ട് വരുന്നു. ഈ SNR-GPI കോംപ്ലക്സ് അവിടെ ഇൻഹിബിഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ തലാമസ് ഓട്ടോമാറ്റിക് എന്താവും, ഇൻഹിബിഷനിലോട്ട് എത്തും, ഇൻഹിബിറ്റേറ്ററി ഫംഗ്ഷൻ കാണിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഡയറക്റ്റ് പാത്വേ, ഇത് ഡയറക്റ്റ് പാത്വേ. ഇത് ഹൈപ്പർ കൈനറ്റിക് സ്റ്റേറ്റ് ആണ്, അതായത് മസിൽ മൂവ്മെന്റ്സിന് ആക്ഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്, നമ്മുടെ മൂവ്മെന്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്വേ കണക്ഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് മെക്കാനിസത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡി നമ്മുടെ ബാലൻസ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് വേണ്ട സമയത്ത് ഇപ്പൊ നമുക്ക് കൈയും കാലം അനക്കേണ്ടി വരും, ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റക്ക് ആവേണ്ട, അതായത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ രണ്ട് പാത്വേസിലൂടെയാണ് മോട്ടോർ കോർട്ടെക്സിൽ നിന്ന് സിഗ്നൽ കിട്ടുന്നു, എക്സിറ്റേറ്ററി ഫംഗ്ഷൻ നടക്കുന്നു, സ്വാഭാവികമായിട്ടും ബേസിൽ ഗാംഗ്ലിയയിൽ ഇങ്ങനെ പ്രോസസ്സ് നടന്നിട്ട് തിരിച്ചു വീണ്ടും അത് ഇങ്ങോട്ട് എത്തുന്നു, മോട്ടോർ കോർട്ടെക്സ് എത്തുന്നു. ഇവിടുത്തെ ഒരു വർക്കിങ്ങിനനുസരിച്ചിട്ട് മോട്ടോർ കോർട്ടെക്സ് തീരുമാനിക്കും ആക്ടിവേറ്റ് ആവണോ, സ്ലോ ഡൗൺ ചെയ്യണോ, മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ രണ്ട് പാത്വേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പാത്വേ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബോഡി ബാലൻസും കാര്യങ്ങളും മൂവ്മെന്റ്സും ഒക്കെ എന്ത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ, എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താവും, നമുക്ക് മൂവ്മെന്റ് ഇഷ്യൂസ് വരും. മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഒരു കോർഡിനേഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ റിസ്ക് ആയിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക് ഗാംഗ്ലിയക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് എന്ത്, പാർക്കിൻസൺസ് ഡിസീസ്. നമുക്ക് വിറയ്ക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ,
അപ്പൊ ആ ഒരു അസുഖം മെയിൻ ആയിട്ട് നമുക്ക് ഈ ബേസൽ ഗാംഗ്ലിയയിൽ എന്തെങ്കിലും ഈ പാത്തിലേക്ക് കറക്റ്റ് ആയിട്ട് നടക്കാതിരിക്കുമ്പോഴാണ് ഒരു പാർക്കിൻസൺ ഡിസീസസ് ഒക്കെ വരാനുള്ള ചാൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ബേസൽ ഗാംഗ്ലിയയുടെ സ്ട്രക്ചേഴ്സ്, കാര്യങ്ങൾ, പാത്വേ, ഫങ്ഷൻ. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ മറ്റുള്ള ഞാൻ പറഞ്ഞു മോട്ടോർ ഫങ്ഷൻ അല്ലാണ്ട് തന്നെ വേറെയും ചില ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ ജസ്റ്റ് ഫങ്ഷൻ ഒന്ന് നോക്കാം. അപ്പൊ നമ്മുടെ പാത്വേനെ പറ്റി പറഞ്ഞു. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു പാത്വേ, രണ്ട് പാത്വേന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് ചെയ്യുന്നത് അല്ലെ. ഈ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിലും അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഡോപ്പമിൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഡോപ്പമിന്റെ പണി എന്താണ്. അതായത് സ്പെഷ്യൽ D1 എന്ന് പറഞ്ഞ നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിൽ ഒരു റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ സ്പെഷ്യൽ D1 ബേസൽ ഗാംഗ്ലിയയുടെ ആ റിസപ്റ്റേഴ്സ് ഡോപ്പമിൻ വരുന്ന സമയത്ത് എന്തും എക്സൈറ്റഡ് ആവും. അപ്പോൾ അത് എക്സൈറ്റഡ് ആവുന്ന സമയത്ത് അത് എന്തിനോട് ഫേവർ ചെയ്യും, ഡയറക്റ്റ് പാത്വേ നടക്കാൻ വേണ്ടിയിട്ട് ഫേവർ ചെയ്യും. അതേപോലെ ബേസൽ ഗാംഗ്ലിയയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് D2 എന്ന് പറഞ്ഞ ഒരു റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സ് ഡോപ്പമിന്റെ പ്രസൻസിൽ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ ഒരു റോളാണ് വഹിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് പാത്വേക്ക് പകരം അവിടെ ഏത് പാത്വേനാണ് അവർ ഫേവർ ചെയ്യുക, ഇൻഡയറക്റ്റ് പാത്വേ. അങ്ങനെ ഡോപ്പമിന് ഈ ഒരു രണ്ട് പാത്വേ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റോൾ ഉണ്ട്. സ്പെഷ്യൽ D1 ഡോപ്പമിൻ വരികയാണെങ്കിൽ അവിടെ എക്സൈറ്റേഷൻ ഫങ്ഷൻ വന്നിട്ട് ഡയറക്റ്റ് പാത്വേ, സ്പെഷ്യൽ D2 റിസപ്റ്റേഴ്സ് ബേസൽ ഗാംഗ്ലിയയുടെ സ്പെഷ്യൽ D2 റിസപ്റ്റേഴ്സിൽ ഡോപ്പമിന്റെ പ്രസൻസ് വരികയാണെങ്കിൽ അവിടെ ഇൻഹിബിഷൻ ആണ് നടക്കുക. അപ്പൊ ഇൻഡയറക്റ്റ് പാത്വേ ആണ് എന്ത് ചെയ്യുക, ഫോം ചെയ്യാം. ഇനി നമുക്ക് ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ ഒരു ഇൻഡയറക്റ്റും അതേപോലെ ഡയറക്റ്റ് പാത്വേയിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ എന്തെങ്കിലും കാര്യം വരുന്ന സമയത്താണ് നമ്മുടെ മൂവ്മെന്റ്സിന്റെ എന്താവുക, ഒരു കോർഡിനേഷൻ ഇല്ലാത്തൊരവസ്ഥ വരിക. മെയിൻ ആയിട്ട് പാർക്കിൻസൺസ് പോലെയുള്ള ഡിസീസസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ബേസൽ ഗാംഗ്ലിയയുടെ മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ്. അതിൽ ഏറ്റവും എടുത്ത് പറയുന്ന ബേസൽ ഗാംഗ്ലിയയുടെ ഒരു ഫങ്ഷൻ ആണെന്ത്, ഐ മൂവ്മെന്റ്സ്. ഓക്കെ, അതെങ്ങനെ നോക്കാം. അതിനു മുമ്പ് ഐ മൂവ്മെന്റില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ റെറ്റിനയിൽ നിന്നൊക്കെ വരുന്ന ഒപ്റ്റിക് നെർവ് വഴി റെറ്റിനയിൽ നിന്നൊക്കെ പാസ് ചെയ്യുന്ന സിഗ്നൽസ് ഉണ്ടാവുമല്ലോ, നമുക്ക് വിഷ്വലിന് വേണ്ടിയിട്ടുള്ള ആ സിഗ്നൽസ് ഒക്കെ മിഡ് ബ്രെയിനിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ പേരാണ് സുപ്പീരിയർ കൊള്ളിക്കുലസ്, SC എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. ഈ സുപ്പീരിയർ കൊള്ളിക്കുലസ് എന്ന് പറഞ്ഞ ഏരിയയിൽ വന്നിട്ടാണ് നമ്മുടെ വിഷന് വേണ്ടുള്ള ഇൻഫർമേഷൻ സിഗ്നൽസ് എന്ത് ചെയ്യുക, എത്തുക. ഇനി ആക്ച്വലി ഈ ഒരു സുപ്പീരിയർ കൊള്ളിക്കുലസ് ഒരു ലെയേർഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതുണ്ടാവുന്നത് നമ്മുടെ മിഡ് ബ്രെയിനാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു ഈ ഒരു SC എന്ന് പറഞ്ഞ സുപ്പീരിയർ കൊള്ളിക്കുലസിന്റെ ഡീപ് ലെയേഴ്സിൽ ഒരു ബമ്പ് അല്ലെങ്കിൽ വീക്കുമ്പോൾ ഒരു മുള പോലത്തെ സംതിങ് സാധനം ഉണ്ട്. അപ്പൊ ആ ഒരു സാധനം എന്തിലോട്ട് നയിക്കും, നമ്മുടെ ഐ മൂവ്മെന്റിലോട്ട് നയിക്കും. അതായത് നമ്മൾ ഒരു കാര്യത്തിലോട്ട് നോക്കുന്ന സമയത്ത് ഇന്ന പൊസിഷനിലോട്ട് നമ്മുടെ എന്തെയും ഐയുടെ മൂവ്മെന്റ്സ് നടക്കണം. അപ്പൊ അത് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു SCയിലുള്ള ഒരു ഇതിന്റെ ഒരു ഡീപ്പ് ലെയറിലുള്ള ഒരു ന്യൂറൽ ആക്ടിവിറ്റിയിലുള്ള ഒരു ബമ്പ് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്ഥലത്തോട്ട് നോക്കണതിനനുസരിച്ചിട്ടുള്ള ആ ഒരു പോയിന്റോട്ട് നമ്മുടെ ഐ മൂവ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട്. ഇനി ഈ നമ്മുടെ ഈ ഒരു SC ഉണ്ടല്ലോ, സുപ്പീരിയർ കൊള്ളിക്കുലസ്, അതൊരു സ്ട്രോങ് ഇൻഹിബിറ്ററി പ്രൊജക്ഷൻ എവിടെ നിന്ന് സ്വീകരിക്കുന്നുണ്ട്, നമ്മുടെ ബേസൽ ഗാംഗ്ലിയയില്. ബേസൽ ഗാംഗ്ലിയയിലെ SNR എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, SNR ഏതാ, നമ്മുടെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് റെറ്റിക്കുലേറ്റർ. ഈ ഒരു പോർഷനിൽ നിന്ന് ബേസിക് ഗാംഗ്ലിയയുടെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് റെറ്റിക്കുലേറ്റർ എന്ന പോർഷനിൽ നിന്നും ഈ സുപ്പീരിയർ കൊള്ളിക്കുലസിലോട്ട് ഒരു ഇൻഹിബിഷൻ പ്രൊജക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും, ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ ഒരു പോസ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റിലോട്ടാണ് എന്ത് ചെയ്യുക, ലീഡ് ചെയ്യുക. ഈ ബേസിക് ഗാംഗ്ലിയൻ തന്നെ പ്രൊജക്ഷൻ ആയിട്ടുള്ള പ്രൊജക്ട് ചെയ്തുള്ള ഇൻഹിബിറ്ററി ന്യൂറോൺ സുപ്പീരിയർ കൊള്ളിക്കുലസിലോട്ട് വരുന്നത് ഒരു എന്താ പറയുക, ഒരു കാര്യം പോസ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റിലോട്ടാണ് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഐ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം ഈ ഒരു ഇത് ആക്ടിവേറ്റ് ആവില്ല, ഇത് കുറച്ചു നേരം പോസ് ആയിട്ട് നിൽക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഐ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഹിബിഷൻ ഫംഗ്ഷൻ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മുടെ കോർഡേറ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പഠിച്ചിരുന്നല്ലോ, സ്ട്രയാറ്റം ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞത് കോർഡേറ്റ് പുട്ടാമിൻ എന്ന് പറഞ്ഞ രണ്ട് പാർട്സ് വെച്ചിട്ടാണ്. അതിൽ ഈ കോർഡേറ്റ് ന്യൂക്ലിയസിനും എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട് ഇതിലോട്ട്, ഈ സുപ്പീരിയർ കൊള്ളിക്കുലസിലോട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ
ഈ ഐ മൂവ്മെന്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കോഡേറ്റ് ന്യൂക്ലിയസിൽ നിന്നൊരു എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ സുപ്പീരിയർ കോർട്ടിക്കൽസിന് ഇൻഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ചിട്ട് എന്ത് മൂവ്മെന്റ്സ് ഐ മൂവ്മെന്റ്സ് ഉണ്ടാവും. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് എന്താവും, അതുവരെ ഇത് പോസ് ആയിട്ടാണ് നിൽക്കുക, ഇതിന്റെ വർക്ക് ഉണ്ടാവില്ല. ഈ കോഡേറ്റ് ന്യൂക്ലിയസ് ആക്ടിവേറ്റ് ആകുമ്പോൾ ഇത് പോസ് ആയിട്ട് നിൽക്കും. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഐ മൂവ്മെന്റ് ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ. പിന്നീടാണ് ഈ ബേസിൽ ഗാംഗ്ലിയയുടെ എന്നുള്ള SNR എന്നുള്ള ഒരു പ്രൊജക്ഷൻ വന്നിട്ട് ഒരു ഇൻഹിബിഷൻ എന്നുള്ള ആക്ടിവിറ്റി വന്നിട്ട് നമുക്ക് ഇപ്പോൾ എവിടേക്കെങ്കിലും നോക്കണമെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കണമല്ലോ. ആ ഒരു ഫംഗ്ഷൻ വരുന്നത് ഈ കോഡേറ്റ് ന്യൂക്ലിയസ് കഴിഞ്ഞിട്ട് ഈ ബേസിൽ ഗാംഗ്ലിയിൽ നിന്ന് SNR എന്ന് വരുന്ന ഇൻഹിബിഷൻ വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു പോപ്പുലർ തിയറി ഉണ്ട് നമ്മുടെ ബേസിൽ ഗാംഗ്ലിയനെ വെച്ചിട്ട്. ആക്ഷൻ സെലക്ഷൻ എന്ന് പറയും. ഒരുപാട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് പറയുന്നുണ്ട് ഈ ബേസിൽ ഗാംഗ്ലിയ നമ്മുടെ ഒരുപാട് ബിഹേവിയറിൽ, നമ്മുടെ പല ഡിസിഷൻസ് എടുക്കുന്നതിൽ, ഇന്ന കാര്യം ചെയ്യണം അങ്ങനത്തേലൊക്കെ ബേസിൽ ഗാംഗ്ലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തുണ്ട്, റോൾ ഉണ്ട്. Behavior switching that takes place within the basal ganglia is influenced by signals from many parts of the brain, including prefrontal cortex, which plays a key role in executive function. നമുക്കൊരു കാര്യം നടത്തണമെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ ചിന്തിക്കാനൊക്കെ നമ്മുടെ ഈ ഫ്രോണ്ടലിലെ ഏറ്റവും പ്രീ ഫ്രോണ്ടൽ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ. ആ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ പാർട്സിൽ നിന്നൊക്കെ സിഗ്നൽസ് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ബേസിൽ ഗാംഗ്ലിയ എന്ത് കാര്യം ചെയ്യണോ വേണ്ടയോ, നമ്മുടെ ഒരു കാര്യത്തിൽ നിന്നൊരു ബിഹേവിയർ ഇത് മാറ്റാം, ഇൻഹിബിഷൻ ആയിക്കോട്ടെ, എക്സിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ചൂസ് ചെയ്യാനൊക്കെ ആർക്ക് റോൾ ഉണ്ട്, നമ്മുടെ ബേസിൽ ഗാംഗ്ലിയക്ക് എന്തുണ്ട്, റോളുണ്ട്. അതായത് ഈ ബേസിൽ ഗാംഗ്ലിയ ഞാൻ പറഞ്ഞു ഒരു ഇൻഹിബിറ്ററി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പല മോട്ടോർ ഏരിയാസിലും ഒരു ഇൻഹിബിഷൻ ന്യൂറോൺസ് ഒക്കെ അതൊന്നും പോകേണ്ടത്, ഇൻഹിബിഷൻ ന്യൂറോൺസ് ഉണ്ട്, അതേപോലെ എക്സിറ്റേറ്ററി ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യത്തു നിന്നും ഈ ഇൻഹിബിറ്ററി ന്യൂറോൺസ് പോയിട്ട് ഇൻഹിബിഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ പല മോട്ടോർ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. പല ഏരിയാസിൽ മോട്ടോർ റിലേറ്റഡ് ഏരിയാസിൽ പോയിട്ട് ഇൻഹിബിഷൻ ആവും ചെയ്യാം. അതിന്റെ ഭാഗമായിട്ട് ചില ഏരിയാസ് എന്താവും, ആക്റ്റീവ് ആവും. ചിലയിടത്ത് ഇൻഹിബിഷൻ നടക്കുമ്പോൾ അത് എന്തിലോട്ട് നയിക്കും, ചിലത് ഓപ്പൺ ആവാനുള്ള ഇതിലോട്ട് നയിക്കും. അങ്ങനെ ഒരു ആക്ഷൻ സെലക്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സിൽ ബേസിൽ ഗാംഗ്ലിയക്ക് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അതേപോലെ ബിഹേവിയർ സ്വിച്ചിങ് എന്ന് പറഞ്ഞ ഒരു റോള്. മെയിനായിട്ട് ബിഹേവിയർ സ്വിച്ചിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിൽ ഗാംഗ്ലിയ നമ്മുടെ കോർട്ടെക്സ് റീജിയനിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ എന്ത് ചെയ്യും, മെസ്സേജ് ഒക്കെ എന്ത് ചെയ്യണം, റിസീവ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിൽ ഗാംഗ്ലിയയുടെ വർക്കിംഗ് മെമ്മറി ഉണ്ടല്ലോ. നമ്മൾ പഠിക്കുന്ന സെക്കൻഡ് സെമ്മിൽ സൈക്കോളജിയിൽ വർക്കിംഗ് മെമ്മറിയിൽ എന്തൊക്കെ കയറണം, എന്തൊക്കെ കയറരുത് എന്നുള്ളൊരു ഗേറ്റ് പോലെ, കവാടം പോലെ എപ്പോൾ തുറക്കണം എപ്പോൾ അടയ്ക്കണം എന്നുള്ള രീതിക്ക് ബേസിൽ ഗാംഗ്ലിയ എന്ത് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ആവശ്യമുള്ളത് വർക്കിംഗ് മെമ്മറിയിൽ നമുക്ക് എൻട്രി ചെയ്താൽ മതി, എൻട്രി ചെയ്യാൻ പാടില്ല എന്നൊക്കെ കൺട്രോൾ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബേസിൽ ഗാംഗ്ലിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിൽ ഗാംഗ്ലിയയുടെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഐ മൂവ്മെന്റ്സ് പറഞ്ഞു, അതിന് ഇമ്പോർട്ടൻറ്റ് പാർട്സ് പറഞ്ഞു, എങ്ങനെയാണ് ഐ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ പറഞ്ഞു. പിന്നെ ആക്ഷൻ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബേസിൽ ഗാംഗ്ലിയയുടെ ഒരു റോളാണ് മോട്ടിവേഷൻ. മോട്ടിവേഷനിൽ നമ്മുടെ ബേസിൽ ഗാംഗ്ലിയക്ക് ഒരു കാര്യം ചെയ്യാൻ, ഒരു കാര്യം നമ്മളെപ്പോഴും ചെയ്യാം, നമുക്കത് ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുമ്പോഴാവും നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്കൊരു റിവാർഡ് തരുന്ന ഫീൽ, ഹാപ്പിനെസ് തരുന്ന രീതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ബേസിൽ ഗാംഗ്ലിയക്ക് ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്കറിയാം എപ്പോഴും നമുക്കൊരു ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടുമ്പോഴാണ് നമുക്കൊരു കാര്യം പൊതുവെ നമ്മളത് റിപ്പീറ്റ് ചെയ്യുക, അതിന്റെ എഫക്റ്റ് നല്ലതാകുമ്പോഴേ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും ആ ഒരു എഫക്റ്റ് തരാൻ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഡോപ്പമിൻ്റെ അളവ് ഭയങ്കര ഹൈ ആകുന്ന സമയത്ത് ഒരു യൂഫോറിയ പറഞ്ഞൊരു സ്റ്റേറ്റിലോട്ട് നമ്മൾ, അതായത് ഭയങ്കര എനർജി, ഭയങ്കര ഹൈ സ്റ്റേറ്റ് ഓഫ് എന്താ പറയുക, ഇതാ ചെയ്യാനുള്ളൊരു മൂഡ്, ആ ഒരു ഇതുണ്ടല്ലോ. അതേപോലെ ഒരു മീഡിയം ലെവലാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരിക്കും. ഒട്ടുമില്ലാത്ത എന്താ ഭയങ്കര ലോ ആയിട്ട് ഡോപ്പമിൻ്റെ അളവ് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു എല്ലാത്തിനോടും ചെയ്യാത്ത ഡിപ്രസ്ഡ് ഒക്കെ ഉള്ള ആളുകളിൽ ഡോപ്പമിൻ്റെ ഒക്കെ അളവ് എന്തായിരിക്കും, കുറവായിരിക്കും, ഒരു അവേഷൻ ഫീൽ ആയിരിക്കും, ചെയ്യാൻ ഒരു ലോ മൂഡായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഡോപ്പമിൻ ഞാൻ പറഞ്ഞു, ഈ ഡോപ്പമിൻ എങ്ങനെയാണ് ബേസിൽ ഗാംഗ്ലിയയിൽ വന്നിട്ട് നമ്മുടെ മോട്ടിവേഷനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഡോപ്പമിൻ്റെ അളവ് കൂടുന്ന സമയത്ത് നമ്മുടെ വെൻട്രൽ പാലിഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പാലിഡ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഞാൻ പഠിപ്പിച്ചിരുന്നു, ഗ്ലോബസ് പാലിഡസ്. അപ്പോൾ അതിലെ വെൻട്രൽ പോർഷൻ
ഡോർസൽ വെൻട്രൽ പോർഷൻ നമ്മൾ പറയില്ലേ, വെൻട്രൽ പോർഷൻ വെൻട്രൽ പാലഡും അതേപോലെ എൻഡോപെഡുങ്കുലാർ ന്യൂക്ലിയസ് അതേപോലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര റെറ്റിക്കുലേറ്റ ഈ മൂന്ന് കാര്യങ്ങളിലും പോയിട്ട് എന്ത് ചെയ്യും, ഡോപ്പമിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫംഗ്ഷൻ എന്ത് ചെയ്യും, അതൊരു ഇൻഹിബിഷൻ എന്നുള്ള റോളിലോട്ട് എത്തിക്കും. ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിന് ഇൻഹിബിഷനിലോട്ട് എത്തിക്കും. അത് എന്തിനോട്ട് വയ്ക്കും, ഇവരെ ഇൻഹിബിഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് തലാമസിനെ എന്ത് ചെയ്യും, ഡിസ്ഇൻഹിബിറ്റ് ചെയ്യുന്ന പോലെയാണ്. എന്താണ് ഡിസ്ഇൻഹിബിറ്റ് എന്ന് വെച്ചാൽ ഇൻഹിബിറ്റിന്റെ ഓപ്പോസിറ്റ്, അതായത് തലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഡോപ്പമിന്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബേസൽ ഗാംഗ്ലിയയിലെ ഈ ഒരു പോർഷൻസിൽ പോയിട്ട് ഇൻഹിബിഷന് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ അത് എന്തിലോട്ടാണ് നയിക്കുക, തലാമസിനെ ഡിസ്ഇൻഹിബിറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അതായത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യാനും ഹാപ്പി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഈ തലാമസിന്റെ ഡിസ്ഇൻഹിബിഷൻ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ടല്ലോ, ആ ഫ്രോണ്ടൽ കോർട്ടെക്സിലും അതേപോലെ നമ്മുടെ സ്ട്രയേറ്റത്തിന്റെ വെൻട്രൽ പോർഷൻ, ബേസിക് ഗാംഗ്ലിയന്റെ ഒരു പാർട്ടായതല്ലോ, സ്ട്രയേറ്റത്തിലെ വെൻട്രൽ പോർഷനിൽ എന്തല്ലോ ഒരു റിവാർഡ് പ്രോസസ്സിംഗ് ഫീലാണ് എന്ത് ചെയ്യാം, നമുക്കൊരു സാധനം കിട്ടുമ്പോൾ നമുക്ക് ഹാപ്പി ഫീൽ കിട്ടില്ല, റിവാർഡ് കിട്ടുമ്പോൾ സന്തോഷം കിട്ടുന്ന പോലെ ആ ഒരു ഫീലായിരിക്കും എന്ത് ചെയ്യുക, ഈ തലാമസിന്റെ ഡിസ്ഇൻഹിബിഷൻ നടക്കുമ്പോൾ മെസ്സേജ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലോട്ട് വെൻട്രൽ സ്ട്രയേറ്റത്തിൽ പോയിട്ട് അവരെന്ത് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല്. ഓക്കെ, അതേപോലെ തന്നെ പല നോൺ ഹ്യൂമൻ പ്രിമേറ്റുകളിലൊക്കെ എന്ത് നടത്തിയിട്ടുണ്ട്, ചില സ്റ്റഡീസ് നടത്തിയിട്ട് അവരുടെ ബേസൽ ഗാംഗ്ലിയൻ സ്ട്രക്ചേഴ്സിൽ നമ്മുടെ ഗ്ലോബസ് പാലിഡസ് ഇന്റേണസ് എന്ന പോർഷനും അതേപോലെ സബ്തലാമിക് ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഈ രണ്ട് പോർഷനും നമ്മുടെ റിവാർഡ് പ്രോസസ്സിങ്ങിൽ ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് സ്റ്റഡീസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻസ് അല്ലാത്ത മറ്റുള്ള നോൺ ഹ്യൂമൻ പ്രിമേറ്റ്സിലൊക്കെ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ ഇതേപോലെ ഗ്ലോബസ് പാലിഡസ് ഇന്റേണസും അതേപോലെ സബ്തലാമിക് ന്യൂക്ലിയസും ഈ ഒരു പോർഷൻ അല്ലാതെ തന്നെ റിവാർഡ് പ്രോസസ്സിങ്ങിൽ ഇവരും ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നമ്മുടെ ഡോപ്പമിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലോട്ട് ഇവരെ ലീഡ് ചെയ്യും. അത് ഇതിന് തലാമസിനെ ഡിസ്ഇൻഹിബിഷനിലോട്ട് എത്തിക്കും, അതായത് ആക്ടിവേറ്റ് ആയിരിക്കും. അതിന്റെ ഭാഗമായിട്ട് തലാമസ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ വെൻട്രൽ സ്ട്രയേറ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്കൊരു റിവാർഡ് ഹാപ്പി ഒരു ഫീൽ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് മെയിനായിട്ട് നമ്മുടെ ഈ ബേസൽ ഗാംഗ്ലിയയുടെ മോട്ടിവേഷനിലുള്ള റോള്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഫംഗ്ഷൻസ് ആണ്. ബേസൽ ഗാംഗ്ലിയയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഫംഗ്ഷൻ. അത് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഡോപ്പമിന്റെ കാര്യം പല സ്ഥലങ്ങളായിട്ട് പറഞ്ഞു, ആ ഫംഗ്ഷൻ പറഞ്ഞു, അതൊക്കെ തന്നെയാണ് ഡോപ്പമിന്റെ പറയുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്ന് ഏതായിരുന്നു, ഗാബ ഇൻഹിബിറ്ററി ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെന്താ, ഗ്ലൂട്ടാമേറ്റ് എന്തായിരുന്നു, എക്സിറ്റേറ്ററി ഫംഗ്ഷൻ ചെയ്യുന്നു, അത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. പിന്നെ ഒന്നാണ് അസറ്റിക്കോള, ഇത് ഡോപ്പമിൻ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ അത് രണ്ടും കൂടി ഒരുമിച്ച് ഡൈനാമിക് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഏത്, ഈ അസറ്റിൽകോളൈൻ. അപ്പൊ ഈ 4 ഹോർമോൺസ് ആണ് മെയിനായിട്ട് ബേസൽ ഗാംഗ്ലിയയുമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ്. അതൊന്ന് ഇതിൽ നമ്മൾ നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസോർഡേഴ്സ് ആണ്. ബേസൽ ഗാംഗ്ലിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ചില ഡിസോർഡർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, പാർക്കിൻസൺ പോലത്തെ നമ്മുടെ മൂവ്മെന്റ് ബുദ്ധിമുട്ട് വരുത്തുന്ന അസുഖം എന്തുണ്ടാവും വരും. ബിഹേവിയറലായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് പേര് നോട്ട് ചെയ്തേക്കാം, ടോററ്റ് സിൻഡ്രം, അതെങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യും കേട്ടോ, ടോററ്റ് സിൻഡ്രം. അതേപോലെ OCD ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, പിന്നെ അഡിഷൻ. ഇതൊക്കെ ബിഹേവിയറിൽ വരുന്ന ഡിസോർഡേഴ്സ് ആണ്. ബിഹേവിയർ ഡിസോർഡേഴ്സ് ആണ് എന്ത്, നമ്മുടെ ബേസിക് ഗാംഗ്ലിയനെ പറ്റുമ്പോൾ വരുന്ന ബിഹേവിയർ ഡിസോർഡേഴ്സ്. അതേപോലെ മറ്റൊന്നാണ് വിൽസൺസ് ഡിസീസ്. പിന്നെ മൂവ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ബേസിക് ഗാംഗ്ലിയക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വരുമ്പോൾ നമ്മുടെ മൂവ്മെന്റ്സിൽ വരുന്ന ഡിസീസസിൽ വരുന്നതാണ് പാർക്കിൻസൺസ് ഡിസീസ്, പാർക്കിൻസൺസ്. പിന്നെ അതേപോലെ ഹണ്ടിങ്ടൺസ്, പിന്നെ ഡിസ്റ്റോണിയ,
ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറില്ല. അഥവാ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മുന്നേ കാണുകയാണെങ്കിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഗ്രൂപ്പിൽ. ഹെമിബാലിസ്മസ്. ഓക്കെ, അപ്പൊ ഇത്തരം ഇതാണ് എന്തെങ്കിലും അതിന് പറ്റി എന്തെങ്കിലും ബേസിക് ഗാംഗ്ലിയയ്ക്ക് കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബിഹേവിയർ ആയിട്ടുള്ള ഡിസോർഡേഴ്സ്. ഇതെന്താണ്, അതിനെന്തെങ്കിലും മൂവ്മെന്റ് ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ മൂവ്മെന്റ് റിലേറ്റഡ് വരുന്ന അസുഖങ്ങളുടെ പേരാണ് പാർക്കിൻസൺ, ഹണ്ടിങ്ടൺസ്, ഡിസ്റ്റോണിയ, ഹെമിബാലിസം. ഇത് റയറായിട്ട് സംഭവിക്കുന്ന കേസാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ എന്തൊക്കെ നോക്കി, സെറിബെല്ലത്തെ പറ്റി പറഞ്ഞു, അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങൾ പറഞ്ഞു, അതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എന്തൊക്കെ വരും നമ്മൾ പറഞ്ഞു. അതേപോലെ നമ്മൾ ബേസിക് ഗാംഗ്ലിയയുടെ കാര്യം പറഞ്ഞു, സ്ട്രെച്ചറൽ ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ഗാംഗ്ലിയയിൽ നിന്ന് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റിയിട്ട് അവരുടെ ഫങ്ഷൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പാത്ത് വേ ആണ്. അത് മസ്റ്റായിട്ട് പഠിക്കണം. ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യും, ബേസിക് ഗാംഗ്ലിയ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ. അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യമായിട്ട് നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാഠത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.